ഗുഡ് മോർണിംഗ് എവരിവൺ. ഇപ്പം കണ്ണ് കുറവായുള്ളൂ. ഇപ്പം മണി 6:10 ആയി. വൈകുന്നേരത്ത് വന്നതേ ഉള്ളൂ. ഞാനും എണീറ്റിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു ഗ്ലാസ് പച്ചവെള്ളം എണീറ്റ് സ്ട്രെച്ചസൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് പച്ചവെള്ളം വെറും വയറ്റിൽ കുടിക്കുകയാണ്. ഗ്രീൻ ടീ ഇമ്പ്രൂവ് ആവുന്ന ടൈം കൊണ്ട് പനി. ഇപ്പോൾ ഗ്രീൻ ടീ ബ്രൂ ആയിട്ടുണ്ട്. ഒരു കപ്പ് ഗ്രീൻ ടീയിൽ ഞാൻ ഒരു ടീ ബാഗാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ടീ ബാഗ് വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചിട്ട് കണ്ണിലൊക്കെ വെക്കാം. ഈ കണ്ണിൽ വീക്കമൊക്കെ വരുന്നത് കുറയാൻ സഹായിക്കും. അതിനുശേഷം ഞാൻ ബാഗറീസിൻ്റെ ആപ്പിൾ സൈഡർ വിനീഗർ വിത്ത് മദറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടീസ്പൂണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കപ്പിന് 1 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ വിത്ത് മദറാണ് നിങ്ങൾ നോക്കിയെടുക്കുക. അപ്പോൾ അതൊഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം കുടിക്കുക. ഗ്രീൻ ടീക്ക് ഭയങ്കര ചൂടൊന്നും പാടില്ല, ചെറിയൊരു ചൂടേ പാടുള്ളൂ. ഈ ഗ്രീൻ ടീ കുടിക്കുന്നത് ഇത്രയ്ക്കൊരു വൃത്തികെട്ട ടേസ്റ്റ് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് മാത്രമാണോ ഈ ഗ്രീൻ ടീക്ക് ഇങ്ങനെ വൃത്തികെട്ട ടേസ്റ്റ് തോന്നുന്നതെന്ന് അറിയത്തില്ല. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. കുക്കുംബർ ജ്യൂസിന് വേണ്ടി ഒരു കുക്കുംബറും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സിയിൽ ഇട്ടിരിക്കുകയാണ്. ഉപ്പ് വേണമെന്നുള്ളവർക്ക് ചേർക്കാം, തേൻ വേണമെന്നുള്ളവർക്ക് ചേർക്കാം. പക്ഷെ ഞാൻ ഒന്നും ചേർക്കാൻ നിൽക്കില്ല. എന്തിനാ വെറുതെ ഒറ്റ വലിക്ക് അത് കുറ്റകത്ത്. ഇതാണ് നമ്മൾ രാവിലെ കുടിക്കാൻ പോകുന്ന ഓട്സ് ഷേക്ക്. അപ്പം ഇത് ഞാൻ ബോട്ടിലാക്കി കൊണ്ടുപോയി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കണ്ടൻസ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. 3 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. നോർമൽ ഓട്സ് ആണ്, ഇൻസ്റ്റൻറ്റ് ഓട്സ്. ഒരു 1/4 കപ്പ് പാല്, ബാക്കി കുറച്ച് വെള്ളം, പിന്നെ സിനമൺ പൗഡർ, ഒരു ഫ്രോസൺ ബനാന, ഒരു 1/2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഹണി ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു സ്പൂൺ മങ്ക് ഫ്രൂട്ട് സ്വീറ്റ്നറും ചേർത്തിട്ടുണ്ട്. അപ്പം ഇത്ര ഐറ്റംസാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ ഇച്ചിരി നേരം ഒന്ന് ആ ചിയാ സീഡ് ഒന്ന് സോക്കായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ ഇത് മിക്സിയിൽ നല്ല രീതിയിൽ അടിച്ചതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കി കൊടുക്കും. ഓക്കെ, ഓഫീസിലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 ഗോതമ്പ് ദോശ ചുട്ടിട്ടുണ്ട്. ബാക്കി കറി പച്ചക്കറിയൊക്കെ ഓഫീസിൽ അവിടെ മെസ്സിലുണ്ട്, കമ്പനിയിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ. അതാ ഞാൻ ഉച്ചക്കത്തേക്ക് 2 ഗോതമ്പ് ദോശ എന്താ ഒരു കുഞ്ഞ് ടിന്നിലാക്കിയിട്ടുണ്ട്. ഇതെന്തിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. എന്താ ഷേക്ക് ഞാൻ ഈ ബോട്ടിലാക്കിയിരിക്കുകയാണ്. ഇത് ഞാനിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാ. നെൽക്കോ 700 ml ബോട്ടിലാണ്. ഇതിൻ്റെ ഏകദേശം ഒരു 3/4 കിലോ വരെ ഇതിരിക്കും ഷേക്കുണ്ട്. അപ്പം നമ്മൾ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. സോ ഞാനിത് ഉച്ചവരെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഇതാക്കി ബാക്കിയുള്ളത് പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആ ബോട്ടിൽ ഞാൻ ഒരാഴ്ച മുന്നേ പർച്ചേസ് ചെയ്തതാണ്, ഇതിനായിട്ട് വേണ്ടി ഡയറ്റ് തുടങ്ങുമ്പോഴത്തേക്ക്. അപ്പോൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഹായ് ഗായ്സ്, അപ്പം ഞാൻ ജോലിയൊക്കെ വിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അപ്പം നല്ല രീതിയിൽ എനിക്ക് വിശപ്പുണ്ട്. സോ ഇപ്പം 7 മണിയായി. ഞാൻ വിചാരിച്ച തൽക്കാലത്തേക്ക് ഒരു ഐറ്റം കഴിക്കാമെന്ന് വിചാരിച്ചു.
മിൽക്കി മിസ്റ്റിൻ്റെ സ്കയർ എന്ന് പറഞ്ഞൊരു പ്ലെയിൻ യോഗർട്ടാണ്, ഹൈ പ്രോട്ടീൻ പ്ലെയിൻ യോഗർട്ടാണ്. 12 gram പ്രോട്ടീൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ആൻഡ് വിത്ത് ദാറ്റ് വേറെയും കണ്ടൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 100 കാലറീസ്. 90 ഇതിലുള്ള കിലോ കാലറീസ് എന്ന് പറഞ്ഞാൽ 99.5 ആണ്. ആൻഡ് ഷുഗർ കണ്ടന്റ് 9.5 grams ഉണ്ട്. ആഡഡ് ഷുഗേഴ്സ് ഒന്നുമില്ല, അതിൽ തന്നെ അല്ലാതെ ഉള്ള നാച്ചുറൽ ഷുഗേഴ്സ് എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ടോട്ടൽ ഫാറ്റ് 1.5 grams ആൻഡ് സോഡിയം 144 milligrams, കാൽഷ്യം 340 milligram, അങ്ങനെയൊക്കെ കുറച്ച് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് 100 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്. 100 grams ഇത് 40 rupees ആണ്. സോ ഇപ്പോൾ തൽക്കാലം ഞാനിത് ഉപ്പും ഹിമാലയൻ പിങ്ക് സോൾട്ടും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഇതാക്കി. സി നമുക്ക് കാണുന്നതാണ്, നല്ല തിക്കാണ്. പക്ഷേ നമ്മൾ സാധാരണ തൈര് ഒരു യോഗർട്ടാണ്. സോ പെട്ടെന്ന് കുഴപ്പമില്ല, യോഗർട്ടിൻ്റെ ഇതാണ്, നമുക്ക് എന്തായാലും തിന്നു. നമ്മൾ ഉപ്പ് കുരുമുളകും കൂടെ ഇട്ടപ്പോഴത്തേക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. ഒരു പൊടിക്കാൻ ഞാൻ ഉപ്പ് ഇച്ചിരി ഒരു 2% 3% കൂടി, പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. ഡ്യൂ ടു സം റീസൺസ് ഞാൻ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് ഞാൻ ചേഞ്ച് ചെയ്യാണ്. എന്താ റീസൺസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കാഫിയോടെ വർക്കൗട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ബട്ട് ഫോർ സം റീസൺസ് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഹനാമിലിയുടെ വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഹനാമിലിയുടെ വർക്കൗട്ട് ഏതാണെന്നുള്ളതൊക്കെ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഒരു തമ്മിലും ഒക്കെ ഞാൻ തമ്മിലിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ ഇവിടെ വീഡിയോയിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ആ വർക്കൗട്ടായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് ഫോർ ദി നെക്സ്റ്റ് 2 weeks കണ്ടിന്യൂസ്ലി. അത് ഏകദേശം ഒരു 8 മിനിറ്റോളം ഉണ്ട്, 8 to 10 minutes അതുണ്ട്. ഓൾമോസ്റ്റ് ഒരു 8-9 minutes ഉണ്ട് അത് ആ ഒരു വർക്കൗട്ട് വീഡിയോ. സോ അത് ഫസ്റ്റ് വീക്കിൽ ഞാൻ 1 set ആയിരിക്കും പെർ ഡേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വീക്ക് ആകുമ്പോൾ 2 set ചെയ്യാൻ നോക്കാം. മാക്സിമം 1 set എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 8 to 9 minutes ഉണ്ട്. സോ നോക്കട്ടെ, ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ടും ബിഗിനർ ആയതുകൊണ്ടും എന്തായാലും ഒരു സെറ്റിൽ തന്നെ നിർത്താം പെർ ഡേ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. സെക്കൻഡ് വീക്കിൽ പോകുമ്പോൾ ഒരു സെറ്റും കൂടെ ആഡ് ഓൺ ചെയ്യാൻ നോക്കാം. എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇത്രയും വീഡിയോസ് ലെങ്തി ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് വീഡിയോസിനൊക്കെ ഇത്ര ലെങ്ത് കൂടുതൽ വരുന്നത്. ഫ്രം ദി നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് വീഡിയോസിൻ്റെ ലെങ്ത് ഒക്കെ വളരെ കുറയും. കാണും, നിങ്ങൾക്ക് ബോറടിക്കാത്ത വിധത്തിൽ വീഡിയോ പ്രസന്റ് ചെയ്യണമല്ലോ. ഓക്കെ ഗൈസ്. രാത്രിയത്തെ എൻ്റെ ഫുഡാണിത്. കുറച്ച് കടല എടുത്തിട്ടുണ്ട്, വേവിച്ച കടലയാണ്. രാത്രിയത്തെ കടലക്കറി വീട്ടിലാക്കിയ സമയത്ത് അതിൽ നിന്ന് കുറച്ച് കടല എടുത്തു. പിന്നെ കുറച്ച് ഉപ്പും വെള്ളവും ഓട്സും കൂടെ ചേർത്ത് ഉണ്ടാക്കിയ 1 കപ്പ് ഓട്സും എടുത്തു. സോ ഇതാണ് രാത്രിയത്തെ ഡിന്നർ.